ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഈ വീഡിയോയിൽ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ 2020-21 കണ്ടിന്യൂഷൻ ആണ് ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് ഗ്രാമർ പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻ നമ്പർ 5, 6, 7 ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് നോക്കാം. 5th ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻസ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടു കംപ്ലീറ്റ് ദ നോട്ട് അബൌട്ട് ദ വംഗല ഫെസ്റ്റിവൽ ഓഫ് മേഘാലയ. അപ്പോൾ നമുക്കിത് വായിക്കാം. ദ വംഗല ഡാഷ് ഫെസ്റ്റിവൽ ഫോർ ദ ഗാരോ ഇൻ മേഘാലയ, ആസാം ആൻഡ് നാഗാലാൻഡ്. അപ്പോൾ വംഗല എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവലാണ്. അപ്പോൾ അതൊരു സിംഗുലാർ ആണ് അല്ലേ. അപ്പോൾ എന്തായാലും ആർ എന്നുള്ളത് അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ അത് എന്തായാലും പറ്റില്ല. പിന്നെ ഇതൊരു ഫെസ്റ്റിവലിനെ കുറിച്ചിട്ട് ജനറൽ ആയിട്ട് പറയുന്ന കാര്യമാണ്. അപ്പോൾ പാസ്റ്റ് ടെൻസും അവിടെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്തു. പിന്നെ പ്രസൻറ്റ് ടെൻസിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഈസ് ഇമ്പോർട്ടൻറ്റ്, ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ്, ഇത് രണ്ടും ഉണ്ട്. അപ്പോൾ രണ്ടിനകത്ത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ചൂസ് ചെയ്യണം. അപ്പോൾ ഈസ് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുമ്പോൾ വവൽ സൗണ്ട് ആണ്. അപ്പോൾ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ്, അതാണ് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ആൻസർ ഇസ് ഡി. ദ വംഗല ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫെസ്റ്റിവൽ ഫോർ ദ ഗാരോ ഇൻ മേഘാലയ, ആസാം ആൻഡ് നാഗാലാൻഡ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിൽ, ഇറ്റ് ഈസ് എ പോസ്റ്റ് ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ഡാഷ് ദ എൻഡ് ഓഫ് ദ അഗ്രികൾച്ചറൽ ഇയർ. അപ്പോൾ അഗ്രികൾച്ചറൽ ഇയറിൻ്റെ എൻഡിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണ്. അപ്പോൾ ഇറ്റ് ഈസ് എ പോസ്റ്റ് ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ബീങ് സെലിബ്രേറ്റഡ് എന്ന് പറയുന്നത് ഒരു റോങ് ആയിട്ടുള്ള യൂസേജ് ആണ്. അപ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്തു. പിന്നെ വരുന്നത് സെലിബ്രേറ്റഡ് ടു മാർക്ക്, സെലിബ്രേറ്റഡ് ടു മാർക്കിംഗ്. അപ്പോൾ ഇതിനകത്ത് ടു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വെർബിൻ്റെ ഫസ്റ്റ് ഫോം ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. കാരണം ഇത് ഫ്യൂച്ചറിൽ നടക്കുന്നൊരു കാര്യമാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ അഗ്രികൾച്ചർ ഇയറിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന, ഫ്യൂച്ചറിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ടു കഴിഞ്ഞിട്ട് വെർബിൻ്റെ ഫസ്റ്റ് ഫോം ആണ് നമുക്കിവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ സെലിബ്രേറ്റഡ് ടു മാർക്ക്, ആൻസർ ഇസ് ബി. ഇനി തേർഡ് വണ്ണിൽ, during the signature dance, the leading warrior dash with synchronized dance steps and specific hand-head movements. അപ്പോൾ ലീഡിങ് വാരിയർ എങ്ങനെയാണ് യങ്സ്റ്റേഴ്സിനെ ഈ ഡാൻസിൽ ലീഡ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് പറയേണ്ടത്. അപ്പോൾ അതൊരു പ്രസൻറ്റ് ജനറലൈസ് ചെയ്തിട്ടൊരു ഫെസ്റ്റിവലിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും നമുക്ക് പ്രസൻറ്റ് ടെൻസിലാണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഈ വാസ് ലീഡിങ് എന്ന് പറയുന്നതും ഹാഡ് ലീഡ്സ് എന്ന് പറയുന്നതും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് കഴിയില്ല. പിന്നെ പ്രസൻറ്റ് ടെൻസിൽ വരുന്നത് ലീഡ്സും ഈസ് ലീഡുമാണ്. അപ്പം ഇങ്ങനെ ജനറിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈസ് ലീഡ് എന്ന് പറയുന്നത് റോങ് യൂസേജ് ആണ്. ഈസ് ലീഡിങ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് യൂസേജ് ആണ്. അപ്പോഴും ഇവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ടത് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അവർ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ലീഡിങ് വാരിയർ യങ്സ്റ്റേഴ്സിനെ ഈ ഡാൻസിൽ ലീഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ലീഡിങ് വാരിയർ എന്ന് പറയുന്നത് സിംഗുലാർ ആണ് അല്ലേ, ഒരാളാണ്. അപ്പോൾ നമ്മളിവിടെ ലീഡ്സ് എന്നാണ് യൂസ് ചെയ്യേണ്ടത്. വെർബിൻ്റെ കൂടെ എസ് ഫോം യൂസ് ചെയ്യണം. അപ്പോൾ ലീഡ്സ് ദ യങ്സ്റ്റേഴ്സ് എന്നുള്ളതാണ് കറക്റ്റ് വരുന്നത്. ആൻസർ ഇസ് എ. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ, ഇതൊരു റിപ്പോർട്ടഡ് സ്പീച്ച് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വേണു ശുപ്പാണ്ടിയും തമ്മിലുള്ള ഡയറക്റ്റ് കോൺവെർസേഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കി മാറ്റണം. അപ്പോൾ ഐ സോ ശുപ്പാണ്ടി സ്റ്റാൻഡിങ് ഇൻ ദ ഫീൽഡ് വെൻ ഐ ഡാഷ് ഡൂയിങ് ദർ. ഓക്കെ, അപ്പോൾ വേണു ശുപ്പാണ്ടിയുടെ അടുത്ത് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. വാട്ട് ആർ യു ഡൂയിങ് സ്റ്റാൻഡിങ് ഓൾ അലോൺ ഹിയർ. ഇവിടെ നിന്നിട്ട് എന്താണ് ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്ക്ലെയിംഡ് വാട്ട് ഹി വാസ്, ടോൾഡ് ഹിം വാട്ട് ഹി വാസ്, ആസ്ക്ഡ് ഹിം വാട്ട് ഹി വാസ്, സേസ് ടു ഹിം അബൌട്ട് വാട്ട്. അപ്പോൾ വേണു ശുപ്പാണ്ടിയുടെ അടുത്ത് ഫസ്റ്റ് ചോദിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ മാർക്കോട് കൂടി തന്നെ ആ സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ക്ലിയർലി ആൻസർ ഇസ് സി. ആസ്ക്ഡ് ഹിം വാട്ട് ഹി വാസ് ഡൂയിങ്. ഓക്കെ, വാട്ട് ആർ യു ഡൂയിങ് എന്നുള്ളത് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ അതിനെ പാസ്റ്റ് ടെൻസിലോട്ട്, നെക്സ്റ്റ് ബാക്കിലുള്ള ടെൻസാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആർ യു ഡൂയിങ് എന്നുള്ളത് ഹി, യു എന്നുള്ളത് ആ പേഴ്സൺ, ഫസ്റ്റ് പേഴ്സൺ അവിടെ തേർഡ് പേഴ്സൺ ആയിട്ട് ചേഞ്ച് ചെയ്യണം റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ. അപ്പോൾ വാട്ട് ഹി വാസ് ഡൂയിങ്. ഇനി സെക്കൻഡ്, ഹി ഡാഷ് ഹി വാസ് ട്രൈങ് ടു വിൻ എ നോബൽ പ്രൈസ്. ഓക്കെ, അപ്പോൾ ശുപ്പാണ്ടി ഇവിടെ വേണുവിൻ്റെ ക്വസ്റ്റ്യന് റിപ്ലൈ ചെയ്യാണ്. അങ്കിൾ, ഐ ആം ട്രൈങ് ടു വിൻ എ നോബൽ പ്രൈസ്. അപ്പോൾ ശുപ്പാണ്ടി ഇവിടെ റിപ്ലൈ ആണ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഓർഡേർഡ് ദാറ്റ്, റിഫ്യൂസ് ദാറ്റ്, ക്വസ്റ്റ്യൻ ദാറ്റ്, റിപ്ലൈഡ് ദാറ്റ്. അപ്പോൾ ശുപ്പാണ്ടി കൊടുക്കുന്നത് റിപ്ലൈ ആയതുകൊണ്ട് ആൻസർ ഇസ് ഡി, റിപ്ലൈഡ് ദാറ്റ്.
Third question, he stumped me by saying that he dash won Nobel prizes had all been outstanding in their fields. അപ്പോൾ ശുപ്പാണ്ടി ഒരു മണ്ടത്തരം പോലെ വേണുവിൻ്റെ അടുത്ത് പറയുകയാണ്, ഇങ്ങനെ അവരവരുടെ ഫീൽഡിൽ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ആളുകൾക്ക് നോബൽ പ്രൈസ് കിട്ടും, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഫീൽഡിൻ്റെ പുറത്ത് നിൽക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ അതാണ് നമുക്കിവിടെ ഇൻഡയറക്റ്റ് സ്പീച്ചാക്കി മാറ്റേണ്ടത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഐ ഹാവ് heard that people who have won Nobel prizes were all outstanding in various fields. അപ്പോൾ ഇതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ ഐ എന്നുള്ളത് ശുപ്പാണ്ടിയെക്കുറിച്ച് ശുപ്പാണ്ടി പറയുന്നതാണ്, അപ്പോൾ ഹി എന്ന് മാറ്റണം. ഹാവ് ഹേർഡ് എന്നുള്ളത് അതിൻ്റെ തൊട്ട് ബാക്കിൽ ടെൻസിലോട്ട് മാറ്റുമ്പോൾ ഹാഡ് ഹേർഡ് ആവും. അതുപോലെ തന്നെ ഹാവ് വോൺ എന്നുള്ളത് ഹാഡ് വോൺ ആവും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചേഞ്ചസ് നമ്മൾ വരുത്തേണ്ടത്. ഇപ്പോൾ ഇവിടെ ഓപ്ഷൻസ് നോക്കാം. ഹാസ് ഹേർഡ് ദാറ്റ് പീപ്പിൾ ഹൂ ഹാസ്, ഇപ്പോൾ ടെൻസ് ഇവിടെ ചേഞ്ച് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത് റോങ് ആണ്. വാസ് ഹിയറിംഗ് ദാറ്റ് എന്ന് പറയുന്നതും റോങ് ആണ്. അതിന് തൊട്ട് മുമ്പത്തെ ടെൻസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. ഹാഡ് ഹേർഡ് ദാറ്റ് പീപ്പിൾ ഹൂ ഹാഡ്, അത് കറക്റ്റ് യൂസ് ആണ്. ഡിഡ് ഹിയർ ദാറ്റ് പീപ്പിൾ ഹൂ ഹാഡ്, ഇവിടെയും കറക്റ്റായിട്ട് ടെൻസ് ചേഞ്ച് ചെയ്തിട്ടില്ല. ഹാവ് ഹേർഡ് എന്നുള്ളത് ഹാഡ് ഹേർഡ് ആക്കണം. ഹാസ് വോൺ എന്നുള്ളത് ഹാഡ് വോൺ ആക്കണം. The seventh question, fill in the blanks by choosing the correct options for any 4 of the 6 sentences given below. First question വരുന്നത്, you dash consult the thesaurus if you need groups of synonyms for those words. thesaurus എന്ന് പറയുന്നത് ഡിക്ഷണറി ആണ്. അപ്പോൾ അതിൽ ഇങ്ങനെ ഗ്രൂപ്പ് ഓഫ് സിനോണിംസും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നിനക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നീ ആ ബുക്ക് കൺസൾട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇഫ് യു നീഡ്, ഓക്കെ, ഇത് പ്രസൻറ്റിൽ ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഹാഡ് ടു എന്ന് പറയുമ്പോൾ അതൊരു പാസ്റ്റ് ആണ് വരുന്നത്. യൂസ് ടു, മൈറ്റ്, ഇതൊക്കെ പാസ്റ്റ് ആണ്. നീഡ് ടു എന്ന് പറയുന്നതാണ് ഇതിനോട് മാച്ച് ചെയ്തിട്ട് ഇവിടെ പ്രസൻറ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെയും പ്രസൻറ്റ് ടെൻസ് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ ഇഫ് യു നീഡ് എന്ന് പറയുമ്പോൾ യു നീഡ് ടു കൺസൾട്ട്. അപ്പോൾ ആൻസർ ഇസ് ബി. ഇനി എവ്രിബഡി ഡാഷ് കീൻ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ അപ്കമിങ് നുക്കഡ് നാട്ടക്. അപ്പോൾ ഇതൊരു നാട്ടകിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് എല്ലാവരും ഭയങ്കര ഇങ്ങനെ കീനായിട്ട് ഭയങ്കര ആഗ്രഹിച്ച് ഇരിക്കുകയാണ്, ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എവ്രിബഡി എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിലും നമ്മളെപ്പോഴും അതൊരു സിംഗുലർ ആയിട്ടാണ് ഗ്രാമർ വൈസ് നമ്മൾ കണക്കാക്കാറ്. അത് എവ്രിബഡിയുടെ കൂടെ എപ്പോഴും നമ്മൾ ഈസ് അല്ലെങ്കിൽ ഹാസ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ എവ്രിബഡി ആർ എന്ന് പറയുന്നത് റോങ് ആണ്, വേർ എന്ന് പറയുന്നതും റോങ് ആണ്. ഓക്കെ, പിന്നെ ഈസ് ഹാസ്. അപ്പോൾ എവ്രിബഡി ഹാസ് കീൻ ടു പാർട്ടിസിപ്പേറ്റ് എന്ന് പറയുന്നത് റോങ് ആണ്. എല്ലാവരും ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഈസ് കീൻ ടു പാർട്ടിസിപ്പേറ്റ് എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ഇസ് സി. ഇതിനകത്ത് തേർഡ് ക്വസ്റ്റ്യൻ, ദ ഗുഡ് ന്യൂസ് ഇസ് ദാറ്റ് ഡാഷ് വോളണ്ടിയേഴ്സ് ഡ്രോപ്ഡ് ഔട്ട് ദിസ് മന്ത് ദാൻ ദ ലാസ്റ്റ് 2. അപ്പോൾ ലാസ്റ്റ് 2 മന്ത്സിനെ അപേക്ഷിച്ച് ദിസ് മന്തിലുള്ള ഒരു കമ്പാരിസൺ ആണ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഈ ദാൻ എന്ന് കാണുമ്പോൾ മനസ്സിലാക്കണം അതൊരു കമ്പാരിറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് ആണ്. അപ്പോൾ എപ്പോഴും ദാൻ യൂസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഈ ആർ ഫോമിലുള്ളത് വേണം എടുക്കാനായിട്ട്, ഓപ്ഷനായിട്ട്. അതായത് നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുമ്പോൾ ടോളർ ദാൻ, ലെസ്സർ ദാൻ, അല്ലെങ്കിൽ ഷോർട്ടർ ദാൻ, ഓക്കെ, ഫ്യൂവർ ദാൻ, അങ്ങനെയാണ് എപ്പോഴും നമ്മൾ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള യൂസേജ്. അപ്പോൾ ഈ ലെസ്, ഫ്യൂ, ലിറ്റിൽ എന്നൊക്കെ പറയുന്നത് അവിടെ തെറ്റായിട്ടുള്ള യൂസേജ് ആണ്. അപ്പോൾ ഫ്യൂവർ എന്ന് പറയുമ്പോൾ മാത്രമാണ് അത് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഈ ആർ എന്നുള്ളതും ദാൻ എന്നുള്ളതും എപ്പോഴും ഒരുമിച്ച് യൂസ് ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, it was dash historic day for the organization when dash honor was bestowed upon its employees. Okay, it was a historic day. Okay, a historic day for the organization when honor എന്ന് പറയുമ്പോൾ ഓ എന്നാണ് അതിനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എപ്പോഴും ആൻ വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇറ്റ് വാസ് എ ഹിസ്റ്റോറിക് ഡേ വെൻ an honor. Answer is A. Next question, at this time tomorrow we dash our project details to ma'am. അപ്പോൾ നാളെ ഈ സമയത്ത് നമ്മൾ പ്രൊജക്റ്റ് ഡീറ്റെയിൽസ് മാമിന് പ്രസൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ഒരു ഫ്യൂച്ചർ ടെൻസ് ആണ്. ഓക്കെ, അപ്പോൾ ആർ പ്രസൻറ്റിങ് എന്നുള്ളത് റോങ് ആണ്. ഓക്കെ, കാരണം ഇത് ഫ്യൂച്ചറിൽ ചെയ്യുന്ന, നാളെ ഈ സമയത്ത് ചെയ്യുന്ന കാര്യമാണ്. ഹാവ് ബീൻ പ്രസൻറ്റിങ് എന്ന് പറയുന്നതും റോങ് ആണ്. നമുക്കെപ്പോഴും ഫ്യൂച്ചർ ടെൻസ് വേണം, വിൽ അല്ലെങ്കിൽ ഷാൾ വേണം യൂസ് ചെയ്യാനായിട്ട്. ഇനി ഷാൾ ബി പ്രസൻറ്റിങ്ങും വിൽ ഹാവ് പ്രസൻറ്റിങ്ങും കമ്പയർ ചെയ്യുക. വിൽ ഹാവ് പ്രസൻറ്റിങ് എന്ന് പറയുന്നത് ഇവിടെ ഒരു റോങ്
യൂസേജ് ആണ്. കാരണം വിൽ ഹാവ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും വെർബിൻ്റെ തേർഡ് ഫോം വേണം യൂസ് ചെയ്യാനായിട്ട്. അത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, വിൽ ഹാവ് പ്രസൻറ്റഡ്, അതാണ്. അപ്പോൾ ഈ വിൽ ഹാവ് പ്രസൻറ്റിങ് എന്ന് പറയുന്ന ആ ഒരു യൂസേജ് തന്നെ റോങ് ആണ്. അപ്പോൾ പിന്നെ വി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വില്ലിനേക്കാളും കൂടുതൽ അപ്രോപ്രിയേറ്റ് ആണ് ഷാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്ത് വരുമ്പോൾ ഷാൾ ബി പ്രസൻറ്റിങ് എന്ന് പറയുന്നതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് നമുക്കിവിടെ യൂസ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അറ്റ് ദിസ് ടൈം ടുമാറോ വി ഷാൾ ബി പ്രസൻറ്റിംഗ് അവർ പ്രൊജക്ട് ഡീറ്റെയിൽസ് ടു മാം. ആൻസർ ഇസ് ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോമോഡോ ഡ്രാഗൺ ഡാഷ് ഫോളോ ഇറ്റ്സ് പ്രേ ടിൽ ഇറ്റ് വിൽ ഇവൻച്വലി ഡൈസ് ഡ്യൂ ടു ഇറ്റ്സ് വെനോമസ് ബൈറ്റ്. അതായത് കോമോഡോ ഡ്രാഗൺ അതിൻ്റെ ആ പോയ്സണസ് ബൈറ്റ് കൊണ്ട് അതിൻ്റെ ഇര ചാവുന്നത് വരെ അതിനെ ഫോളോ ചെയ്യും. അപ്പോൾ ഫോളോ ചെയ്യും എന്നുള്ളതാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. മസ്റ്റ് ഫോളോ എന്ന് പറയുമ്പോൾ ഫോളോ ചെയ്യണം എന്നാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് വരുന്നില്ല. കുഡ് ഫോളോ എന്ന് പറയുമ്പോൾ ഫോളോ ചെയ്തേനെ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതും കറക്റ്റ് അല്ല. മേ ഫോളോ എന്ന് പറയുമ്പോൾ എന്താണ്, ഫോളോ ചെയ്തേനെ. ഓക്കെ, ഒരു ചാൻസ് ആണ് പറയുന്നത്. അപ്പോൾ അതും കറക്റ്റ് അല്ല. അത് ഫോളോ ചെയ്യും എന്ന് പറയുമ്പോൾ വിൽ ഫോളോ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള യൂസേജ് വരുന്നത്. അപ്പോൾ ദ കൊമോഡോ ഡ്രാഗൺ വിൽ ഫോളോ ഇറ്റ്സ് പ്രേ ടിൽ ഇറ്റ് വിൽ ഇവൻച്വലി ഡൈസ് ഡ്യൂ ടു ഇറ്റ്സ് വെനോമസ് ബൈറ്റ്. അപ്പോൾ ഇനിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ ഗ്രാമർ പാർട്ടിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. Please like and share and don't forget to subscribe the channel to get notification for new videos.